ഈ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ 6 പേരാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി, ആര്യൻ, അക്ബർ, നൂറ, നിവിൻ, ഷാനവാസ്. ഈ 6 പേരാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കോമഡിയാണ് കേട്ടോ. പ്രിൻസിപ്പൽ പരിവേഷത്തോടു കൂടിയുള്ള ഭരണം എന്നീ കാരണങ്ങൾ പറഞ്ഞ് 2 പേര് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തു. അത് ആദിലയും നൂറയുമാണ്. ഡബിൾ മീനിങ്, പുച്ഛഭാഗം, ബഹുമാനമില്ലായ്മ എന്നീ കാരണങ്ങൾ പറഞ്ഞ് ആര്യൻ നോമിനേറ്റായി. അതിലൊരെണ്ണം അനുമോളാണ്. അത് ഓപ്പൺ നോമിനേഷനാണ്. പിന്നീട് കള്ളത്തരം, സ്വയം താല്പര്യങ്ങൾക്കായുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കൽ എന്നീ കാരണത്താൽ 3 വോട്ടുകളോട് കൂടി നെവിൻ. അത് കഴിഞ്ഞ് ഷോയോട് നീതി പുലർത്താതെയുള്ള ഗെയിം, കളിതമാശകൾ, സജീവമല്ലായ്മ എന്നീ കാരണങ്ങളാൽ നൂറയും 3 വോട്ടുകളോടുകൂടി നോമിനേറ്റ് ആവുന്നു. അതിനുശേഷം ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, മെയിൽ ഷോബനിസം, ഡേർട്ടി ഗെയിം, ആങ്ങളക്കാട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും തന്നെ ഷാനവാസിലേക്ക് നോക്കുന്നു. ഷാനവാസ് തന്നെയാണ്. 3 വോട്ടുകളാണ് ഷാനവാസിന് ലഭിച്ചത്. മാനിപ്പുലേറ്റർ, വഴക്കിൻ്റെ ആസൂത്രണം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യ ഇടപെടൽ, കുരുട്ട് ബുദ്ധി എന്നീ കാരണത്താൽ അക്ബറും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അക്ബറാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത്, 4 വോട്ടുകൾ. അങ്ങനെ ഈ ആഴ്ച ടോട്ടൽ 6 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഈ ഒരു 6 പേരിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.